ഹായ് മച്ചമാൻ, അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ വന്നിട്ടാണ്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഫ്രീ ഫയർ തന്നെയാണ്. ബട്ട് ഇന്ന് നമ്മൾ ഫ്രീ ഫയറിൽ ക്രാഫ്റ്റ് ലാൻഡിലെ നമ്മൾ സ്ക്വിഡ് ഗെയിം പറഞ്ഞാണ്ട് ഒരു മോഡുണ്ട്. ആ മോഡാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ചില ആദ്യമായിട്ടാണ് വരില്ല, ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളെ ഫസ്റ്റത്തെ വീഡിയോക്ക് തീരെ സപ്പോർട്ടില്ലായിരുന്നു. സോ അപ്പോൾ നിങ്ങളെല്ലാവരും കുറച്ച് സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് വീഡിയോയുടെ കൂടുതലും ഫ്രീ ഫയർ മാത്രമല്ല മൈൻക്രാഫ്റ്റ് ഒക്കെ നമുക്ക് കളിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, നമുക്ക് പൊളി വീഡിയോസ് വരാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ സ്ക്വിഡ് ഗെയിം എന്ന് പറഞ്ഞൊരു മോഡായിട്ട് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ വീണ്ടും പറയണം, എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഗൈസ് നമ്മളിത് കളിയിലെത്തിയിട്ടുണ്ട്. ഈ ബ്രോയാട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കാണിയൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഈ ബ്രോയാട്ടോ ഈ അക്കൗണ്ട് അഥവാ ഈ സ്ക്വിഡ് ഗെയിം എന്നുള്ള ഈ സാധനം ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തി. നമ്മളിപ്പോൾ ഇവിടെ വെറുതെ കുറേ പേഴ്സൺസ് ഇട്ടിട്ട് വേറെ നമ്മളിതേപോലെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ വെറുതെ നമ്മളെ ബിഹാറിൽ മാസ്റ്റർ റിമോട്ടൊക്കെ ഇട്ടിക്കുകയാണ്. ഗൈസ് ഫസ്റ്റത്തെ കളി ഇതാട്ടോ, റോപ്പ് ജമ്പ് പറഞ്ഞ കളി. ഇതിൽ ജയിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നമ്മളിനെ കുറച്ച് പ്രോയൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ നമ്മൾ കുറച്ച് പവറൊക്കെ ആണല്ലോ. സോ ഗൈസ് കളി സ്റ്റാർട്ട് ചെയ്തത് ഞാൻ നേരെ പോവാട്ടോ. അത് വരുമ്പോൾ ചാടണം എന്നാണ് കളി. ഞാൻ ഫസ്റ്റത് ചാടി, രണ്ടാമത്തെ ചാടി, മൂന്നാമത്തെ ഞാൻ ചാടി. നമ്മളിനെ കുറച്ച് പ്രോയാണല്ലോ. നാലാമത്തും ചാടി, അഞ്ചാമത്തും ചാടി. നമുക്ക് 3 മിനിറ്റോളം സമയമുണ്ട്. ബട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ വിക്ടറി അടിച്ചുകൊണ്ട് കുറച്ച് ഷോട്ട് ഇട്ടു ഗൈസ്. നമ്മളൊരു ഷോ ഇമോട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ അടിയൊക്കെ കാണട്ടോ ബാക്കിയുള്ള പ്ലെയേഴ്സൊക്കെ ഇങ്ങനെ നടക്കുന്നത്. ഇനി ഒരാളും കൂടി വന്നാലേ നമുക്ക് അടുത്ത കളി സ്റ്റാർട്ട് ആവുള്ളൂ. അങ്ങനെ എല്ലാവരും എത്തിന് അടുത്ത കളി ഏതാ നോക്കട്ടോ. അടുത്ത കളി ഏതാ നമുക്ക് നോക്കാം. ഓ ഗൈസ് അടുത്ത കളി നമ്മളെ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് കളി കേട്ടോ. നമ്മളെ ഐക്കോണിക്സ് ആണ്, നമ്മളെ സ്ക്വിഡ് ഗെയിംസ് ഐക്കോണിക്സ് സാധനമാണ്. സോ നമ്മൾ ഇതാട്ടോ നമ്മളെ രണ്ടാമത്തെ ഗെയിമായിട്ട് വരുന്നുള്ളത്. നമ്മൾ സമയം സ്റ്റാർട്ട് ചെയ്തു, നമ്മളിനി നേരെ പോകട്ടോ. ബട്ട് ഗൈസ് ഞാനാണ് 200 ഫസ്റ്റിനെ കൊന്നു. നമുക്ക് റീട്രൈ ഉണ്ട്, നമ്മൾ വീണ്ടും പോവുകയാണ്. നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ നല്ലപോലെ ഒന്നിട്ടാ നമുക്ക് കളി ഏകദേശം മനസ്സിലായി. ബട്ട് ഇത് ഭയങ്കര ടഫാണ് ഗൈസ്, നിങ്ങൾ പറഞ്ഞ പോലെ നല്ല ഭയങ്കര ടഫാണ്. ഞാൻ പിന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി സംഭവം കളി എങ്ങനെയാണ് ഇതിൻ്റെ പോക്കെന്നൊക്കെ. നമ്മളതുകൊണ്ട് കുറച്ച് അയ്യോ ഗൈസ് എടാ അത് ഭയങ്കര ടഫാണ്. അതാ പറഞ്ഞു ഭയങ്കര ടഫ്. പക്ഷേ ഇനി നമുക്ക് 2.5 മിനിറ്റുള്ള സമയമുണ്ട് കേട്ടോ. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, നമുക്ക് കടക്കാം അല്ലേ. സോ ഗൈസ് നമ്മൾ നേരെ മുമ്പോട്ട് ഇങ്ങനെ പോകണം. ആ പെണ്ണ് അങ്ങോട്ട് തിരുമ്പോൾ നമ്മൾ നേരെ മണ്ടി പോവുക. എന്നുള്ള പെണ്ണ് ഇങ്ങോട്ട് തിരുമ്പോൾ ക്രൗച്ച് ചെയ്യേ, അല്ലെങ്കിൽ നമ്മൾ അനങ്ങാതെ നിൽക്കുക. അനങ്ങിയാൽ നമ്മൾ ചാവും, വീണ്ടും ഫസ്റ്റ് തുടങ്ങണം. നമ്മളിപ്പോൾ ഏകദേശം ഒരു പകുതിയോളം എത്തിയിട്ടുണ്ട്. ഇനി വെറും ഏകദേശം 2 മിനിറ്റും കൂടി ഉള്ളൂ. ഞാൻ കുറച്ച് ടെൻഷനൊക്കെ കൂടി തോറ്റാ മൂഞ്ചിയല്ല. സോ നമ്മൾ വേഗം പോകട്ടെ. അപ്പം എന്നാണെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞാൽ നേരെ ഉണ്ടല്ലോ കേട്ടോ നമ്മൾ ഒരടി. ഗൈസ് ഇനി 1 മിനിറ്റും 50 സെക്കൻഡും ഏകദേശം നമുക്ക് മുമ്പിൽ നമ്മളെ ഫൈനൽ ചെക്ക് പോയിന്റ് കാണുന്നുണ്ട്. അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല, നമുക്ക് കടക്കാൻ പറ്റുമെന്ന് തന്നെ കേട്ടോ നമുക്ക് എന്തായാലും തോന്നിയത്. നമ്മളിതാ പെണ്ണ് അങ്ങോട്ട് തിരിഞ്ഞത് നമ്മൾ നേരെ അങ്ങോട്ട് കയറിപ്പോയി. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കളി വിക്ടറി അടിച്ചിട്ടുണ്ട്. സോ ഇനി ബാക്കിയുള്ള പ്ലേയേഴ്സ് വരാൻ കാത്തുകൊണ്ട് ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ എത്തി. ഇനി അടുത്ത കളി ഏതാണ്? ഓ ഗൈസ് അടുത്ത കളി ബോംബ് ടാഗാട്ടാ. ഇത് ഭയങ്കര ടഫ് പിടിച്ച കളിയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൽ തോൽക്കുന്നതാണ്. ബിക്കോസ് ഇത് വെരി ടഫാണ്. കാരണം നമ്മളെ തലയിൽ ബോംബുണ്ടാവും, നമ്മൾ വേറെ ആളെ തലയ്ക്കൊക്കെ ഫസ്റ്റ് ഉണ്ടില്ലേ ആണോ. അയ്യോ ഗൈസ് എനിക്ക് ബോംബിട്ടി ഗായ്സ് മൂഞ്ചുവോ ഗൈസ്. ഭാഗ്യം ഗൈസ് ഞാൻ എങ്ങനെയൊക്കെ അവൻ്റെ തലമക്ക് എന്നെ ബോംബിനെ കൊടുത്തിട്ടുണ്ട്. കളന്നായി നമ്മുടെ തലമക്ക് ബോംബിടാൻ നിൽക്കുക. ഞാൻ അവൻ്റെ തലമക്ക് എന്നാണ് ബോംബ് ഇട്ട് കൊടുത്തത്. ഇനി ഗൈസ് നമ്മൾ വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതാ 10 സെക്കൻഡോളം ഉണ്ട്. ആ 10 സെക്കൻഡ് നമ്മൾ ഓൻ്റെ അടുത്തേക്ക് പോകരുത്. അത് നമ്മളിങ്ങനെ സർവൈവ് ചെയ്യണം. അതാണ് ഈ കളി. ഇത് സ്ക്വിഡ് ഗെയിം കണ്ടവർക്കൊക്കെ അറിയാം, ബട്ട് കാണാത്തവർക്ക് ഇത് അറിയാനേ സാധ്യതയില്ല. ഈ കളി എന്താ വെച്ചാൽ ഇപ്പോൾ കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റാൻഡൊക്കെ കണ്ട ഒരാളെ തലയിൽ ബോംബുണ്ടാവും. അയാളെ വേണമെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ തലമൊക്കെ ആ ബോംബിനെ ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ അയാൾ ആ സമയം കഴിയുമ്പോൾ അയാൾ എലിമിനേറ്റ് ആവും കളിയിൽ. അതാണ് കളി. ഇപ്പോൾ ഈ കളിയിൽ നമുക്കെന്തോ ഭാഗ്യത്തിന് നമ്മളെ തലമേലല്ല കേട്ടോ ബോംബ്, വേറെ ആരോ തലമേലാണ് ബോംബ്. നമ്മളാണെങ്കിൽ ആ തലമേൽ ആരെ തലയിലാണ് ബോംബ് ഞാൻ ആദ്യമായിട്ട് ഗൈസ് കണ്ടില്ലേ. കൊണ്ട് അവൻ്റെ നെറ്റ് പോയി കൊണ്ടിട്ട് ഗൈസ്, പാവം ചെക്കൻ ബോംബ് എന്തായാലും പൊട്ടും കരുതിയിട്ട് അവന് നെറ്റ് പോയി കൊണ്ടിട്ടാ. സോ ഗൈസ് 5 സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ ഗൈസ് അവനും എലിമിനേറ്റ് ആവും. യെസ് ഗൈസ് അങ്ങനെ അവനെ എലിമിനേറ്റ്. ഇനി ആറ് തലയില്ല ബോംബ് നമുക്ക് നോക്കാം. അയ്യോ ഗൈസ് ഞാൻ പെട്ടേ ഇൻ്റെ തലയിൽ പോകുമ്പോൾ ഗൈസ് ഇനി എങ്ങനെയെങ്കിലൊക്കെ വേറെ ആരുടെ തലയിലേക്ക് ഇതിപ്പോൾ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ മൂഞ്ചും ഗൈസ്. ഒരുത്തന്നെ ഞാൻ വിടാതെ പിടിക്കട്ടെ. പക്ഷെ അവനാണെങ്കിലോ തൂറാമുട്ടി പോലെ ടമാകോ ഗൈസ്. എങ്ങനെയൊക്കെ ഞാൻ അവന് കൊടുത്തിട്ടുണ്ട് ഗൈസ്. എങ്ങനെ രക്ഷപ്പെടണം അത്രേ ഉള്ളൂ. ഇനി വേറെ വഴി
ഗൈസ് ഓ ഷിറ്റ് ഗൈസ് അവൻ എനിക്കെന്നെ പോകുമ്പോ ഗൈസ് എങ്ങനെ പിടിക്കണ്ട ഞാൻ 8 സെക്കൻഡ് അത് കഴിഞ്ഞ് ഞാൻ ചാവും ഗൈസ് 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 എടാ 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 അവൻ്റെ തലക്ക് പോയില്ലടാ തേങ്ങ ഷിറ്റ് ഗൈസ് ഞാൻ ഡിഫീറ്റായി ഷേ സ്കിഡ് ഗെയിമിൽ ജയിക്കണം കരുതുന്നത് ബട്ട് ഗൈസ് ജയിക്കാൻ പറ്റില്ല പ്രോബ്ലം അല്ല പിന്നെ ഗൈസ് ഇനി ഞാൻ പറഞ്ഞാൽ കേൾക്കുക ഇനി മൈൻക്രാഫ്റ്റ് വേണോ പബ്ജി വേണോ ഏത് ഗെയിമും പറഞ്ഞോളൂ കമൻറ്റിൽ പറഞ്ഞാൽ നമ്മളെ ഗെയിം കളിക്കുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുകൂടാതെ പിന്നെ നമുക്ക് ഫ്രീ ഫയർ മാത്രം കളിക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ മാത്രം കളിക്കുള്ളൂ പിന്നെ ഫ്രീ ഫയറിൽ ഏതാണ് കളിക്കേണ്ടത് അതും നിങ്ങൾക്ക് ഇതായി പറയാം ഇപ്പോൾ ക്രാഫ്റ്റ് ലാൻഡ് തന്നെ കാർ റേസിംഗ് ഇടാൻ കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് പറയാം സോ കിണ്ണെങ്കിൻ്റെ വീഡിയോസ് ബൈ